കോഴിക്കോടൻ സ്റ്റൈലിൽ ഒരു ചിക്കൻ ദം ബിരിയാണിയുടെ റെസിപ്പി കണ്ടാലോ? നല്ല ഒത്തന്റിക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൈമ റൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൈമ റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബിരിയാണി റൈസ് യൂസ് ചെയ്താലും മതിയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് 8 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ മതിയായിരിക്കും. അതുപോലെ തന്നെ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ഏകദേശം ഒരു 2 ഇഞ്ചോളം വലിപ്പം വരും. പിന്നീട് ഒരു 10-20 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുറച്ച് കല്ലുപ്പ് കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കതവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു 3 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നീട് ഒരു 2 തക്കാളി കൂടി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ബിരിയാണി ദം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു മിക്സിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഒക്കെ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് മസാലകൾ നമ്മളിതിലേക്ക് ചേർക്കാനായിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തൈര് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കാം. ഈ ഒരു സമയം നമ്മുടെ തക്കാളിയിൽ നിന്നും സവോളയിൽ നിന്നും ഒക്കെ നന്നായിട്ട് ആ നീര് ഇറങ്ങി വരുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം. കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ മുളകൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൈയൊക്കെ നീറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ 1 കിലോ ചിക്കൻ യൂസ് ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് ഇട്ട് ദം ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാത്രം കുറച്ച് സ്പേഷ്യസ് ആണെങ്കിലാണ് എല്ലാം ഒന്ന് കറക്റ്റായിട്ട് വരിക. സോ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എടുക്കുന്ന പാത്രം കുറച്ച് വലുതായിരിക്കണം. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇത് ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് മുമ്പത്തെ പോലെ ബലം പിടിച്ച് തിരുമേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് ചിക്കനിലെല്ലാ മസാലയും എല്ലാ ഫ്ലേവറുകളും ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതവിടെ ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിയിൽ കുറച്ച് ഫ്രൈ ചെയ്ത സാധനങ്ങൾ ആഡ് ചെയ്യാനിട്ടുണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. ഇനി ഒരു ഉരുളിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഞാൻ ആഡ് ചെയ്യണേ. ഇപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡയും സൺഫ്ലവർ ഓയിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 പിടി കാഷ്യൂനട്ട്സ് നടുവേ പിളർന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഇതിന്ന് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് 1 പിടി റൈസിൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരിയും പാകമായിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റാം. ഇനി നമുക്കിതിലേക്ക് മുമ്പേ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോള വറുക്കുന്നത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഒരുപാട് എണ്ണയും നെയ്യും ഒഴിച്ചതിന് ശേഷം സവോള അങ്ങ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വറുത്ത് തന്നെ കോരാം, ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് പോലെ കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ചതിന് ശേഷം വഴറ്റി അവസാനം അതിനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആക്കി എടുക്കും. പക്ഷെ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല രണ്ടും തമ്മിൽ. ഇങ്ങനെ ചെയ്യുമ്പം കുറച്ചധികം സമയം എടുക്കും എന്ന് മാത്രം. സമയമില്ലാത്തവർക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയം ഞാൻ ഇതിലേക്ക് 1 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പക്ഷെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ ഓഫ് ചെയ്യാം. കാരണം ഇനിയും വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിയും. സോ നമുക്കത് വേഗം തന്നെ എടുത്ത് മാറ്റാം. കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് എടുത്ത് വെച്ചതിന് ശേഷം ആ ചൂട് കൊണ്ട് വീണ്ടും അത് അവിടെ ഇരുന്നൊന്ന് കുക്കാവും.
നമ്മൾ ഈ സവോള ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് റൈസും കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ സവോള എല്ലാം വറുത്തുകോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു എണ്ണയുടെയും നെയ്യുടെയും ആ ഒരു മിക്സിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 6 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 1-2 കഷ്ണം ജാതിപത്രി എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പാകമായി എന്നറിയാനായിട്ട് പെരിഞ്ജീരകം ഒക്കെ ഒന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കും. കറക്റ്റ് ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 3.5 കപ്പ് കൈമ റൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ളൊരു റേഷ്യോയിൽ വരുമ്പോൾ 5.25 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ആ ഒരു പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഏകദേശം 1 ടേബിൾ സ്പൂൺ വരുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പെന്ന് പറയുമ്പോൾ നമ്മളിവിടെ റൈസിനും കൂടെ കണക്കാക്കിയിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത്. സോ വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കണം. കൂടിപ്പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ വേണം ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് റൈസിനെ നമ്മളൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാരങ്ങാനീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയായിരിക്കും. അതുപോലെ തന്നെ സവോള ഫ്രൈ ചെയ്തതിൽ നിന്ന് 1 നുള്ള് സവോള ഫ്രൈയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുവാണ്. ഇതിനിടയ്ക്ക് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ദാ അരിയൊക്കെ നന്നായിട്ട് കറക്റ്റ് പാകമായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമ്മളിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ദം ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ചുവട് കട്ടിയുള്ള പാത്രം അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടിയിലൊരു ദോശക്കല്ലോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ളൊരു സാധനം വെച്ചിട്ട് അതിൻ്റെ മേളിൽ ദം ചെയ്തെടുക്കുന്ന പാത്രം വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവോളയും കാഷ്നട്ട്സും റൈസിൻസും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേളിലേക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് സ്പ്രെഡ് ആക്കുകയാണ്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് സ്പ്രെഡ് ചെയ്യാണ്. ഇനി ഈ ഒരു ലെയറിംഗ് പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ ഈ ഒരു ലെയറിംഗ് പ്രോസസ്സ്. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മേളിൽ കുറച്ച് ഫ്രൈ മിക്സ് ഇട്ടു. അതിനുശേഷം റൈസിൻ്റെ ഒരു 4/1 ഭാഗം ആഡ് ചെയ്തു. വീണ്ടും ഫ്രൈ മിക്സ് സ്പ്രെഡ് ചെയ്തു. പിന്നെയും റൈസ് ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം വരെയും റൈസ് തീരുന്നവരെയും ഈ ഒരു ലെയറിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തു. ഏറ്റവും അവസാനം സവോളയുടെ ആ ഒരു ഫ്രൈ മിക്സ് കൊണ്ടാണ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത് കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ലെയറിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ദം ചെയ്യാനായിട്ട് വെക്കാം. നെക്സ്റ്റ് 20 to 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. തീയുടെ ചൂടും യൂസ് ചെയ്തിരിക്കുന്ന പാത്രമൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും സമയത്തിന്. അതുകൊണ്ടാണ് ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും തൊട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 25 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കി. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 1 അവർ കൂടി അതുപോലെ തന്നെ അടച്ച് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ തുറന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു റൈസിലേക്കൊക്കെ നല്ല ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആഡ് ചെയ്ത സ്പൈസസിൻ്റെയും മാരിനേറ്റ് ചെയ്ത ആ ഒരു ചിക്കൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ റൈസിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.